സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ വിഷസ്. ഞാൻ ഇന്നലെ ഒരു ഏട്ടനെ അറിയാതെ ചൂടായി. അപ്പോൾ ഞാൻ അറിയാതെ തെറ്റ് ഞാൻ വീട്ടിൽ പോയി ക്ഷമ ചോദിക്കാറുമ്പോൾ ഏട്ടൻ ഇല്ല വർക്കിന് പോയി എന്നൊക്കെ പറഞ്ഞു, അന്ന് പെരുന്നാളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, വിഷസ് ഫോർ ബ്ലെസ് യു യുവർ ഫാമിലി ആൻഡ് ടീം മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ, ഈദ് മുബാറക്ക്. എനിക്കറിഞ്ഞൂടാ, പണ്ട് ഖുറാനൊക്കെ ഓതി തന്നെയാണ് ഒരു ഓർമ്മയിലേ. ബുക്കൊക്കെ വായിക്കാൻ അച്ഛൻ വന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു, മദ്രസ കോളേജിലൊക്കെ പഠിപ്പിച്ചു എന്നൊക്കെയാണ് എൻ്റെ ഓർമ്മ. ചെറിയൊരു കുട്ടിയായപ്പോഴാണ്, ഇപ്പം അത്ര ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഇൻ്റർകാസ്റ്റ് മാരേജൊക്കെയാണെന്നൊക്കെയാണ് ഒരു ഓർമ്മയില്ലേ. അച്ഛൻ മുസ്ലിംസ് പിന്നെ എപ്പോഴും പള്ളിയിലൊക്കെ പോണതാണ്, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷസ് ഫോർ യു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ അമ്പാടി പ്രോ. പിന്നെ നമുക്ക് പഠിച്ച കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. അപ്പോൾ അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർ അത് പറഞ്ഞു തരും, നിങ്ങളെ വിളിക്കും, തെറ്റ് തിരുത്തി വീണ്ടും ടെലികാസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടും. അതാണ് ഇന്നത്തെ എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ടിപ്പ് തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളാരും ആരെയും ഉപദ്രവിക്കില്ല. പിന്നെ നമ്മളെ അവിടെയും പല വാർത്തകൾ ന്യൂസ് ചാനലൊക്കെ കാണുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആരെയും കളിയാക്കാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. സ്മൈൽ ചെയ്യുക, ഒരു സലാം പറയുക, പുഞ്ചിരിച്ചാൽ മതി. എത്ര ദേഷ്യമുള്ള ആളാണെങ്കിലും ഒന്ന് അവിടെ നിൽക്കും, അവിടെ നിന്ന് നമ്മളെ നോക്കും. വിഷ് ചെയ്യുക, കാണുന്ന ആരെയും വിഷ് ചെയ്യുക. ഒരു ബട്ടർഫ്ലൈ ഷേക്കിൻ്റെ കൊടുക്കുക, അതിങ്ങനെ അപ്പോൾ ആഞ്ഞടിക്കട്ടെ. നമ്മുടെ ബട്ടർഫ്ലൈ ഷേക്കൻ പലവിടെ എത്തും, നമ്മുടെ ഒരു ഓറ അവൻ്റെ ഓറ ടച്ചാവും, ക്ലൻസിങ് നടക്കും. അപ്പോൾ നമ്മുടെ മേലെ ഒരു വിഘ്നം മാറിക്കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ഇന്ന് പെരുന്നാളായിട്ട് അമ്മ വീട്ടിലില്ല. ഇനി പണം ഉണ്ടെങ്കിൽ ഒരു ബിരിയാണിയൊക്കെ കഴിക്കാൻ പോകും. നമ്മുടെ എരുമ്പുളി ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ. നമ്മുടെ കായംകുളം, എൻ്റെ വീട് തേങ്കുറിശ്ശി പാലക്കാടാണ്. തേങ്കുറിശ്ശി പറഞ്ഞ സിനിമ ലൊക്കേഷനാണ്. ഒരുപാട് സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. ഭൂപടത്തിലില്ലാത്തൊരിടം എന്ന് കൊണ്ട് മാണിക്കക്കല്ല്, ബസ് കണ്ടക്ടർ, പിന്നെ